എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഉദ്ധരണികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വേല ചെയ്താൽ കൂലി കിട്ടണം. വേല ചെയ്താൽ കൂലി കിട്ടണം. ആര് പറഞ്ഞ വാക്കുകളാണ്? ഇത് അയ്യ വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞ വാക്കുകളാണ്. മുദ്രാവാക്യമാണിത്. വേല ചെയ്താൽ കൂലി കിട്ടണം. അയ്യ വൈകുണ്ഠ സ്വാമികൾ. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സന്ദേശമാണിത്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന്. അയ്യ വൈകുണ്ഠ സ്വാമികൾ. ഒன்றே ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്ന് പറഞ്ഞിരിക്കുന്നതും അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. അദ്ദേഹം ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്. നോടി, വേല ചെയ്താൽ കൂലി കിട്ടണം. അയ്യ വൈകുണ്ഠ സ്വാമികൾ. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന്. അയ്യ വൈകുണ്ഠ സ്വാമികൾ. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി. അയ്യ വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. വിവേകാനന്ദൻ വേദാധികാര നിരൂപണം എന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ആരാണ് പറഞ്ഞത് വിവേകാനന്ദനാണ്. ഒരു പുസ്തകത്തെക്കുറിച്ചാണ്, വേദാധികാര നിരൂപണം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ആരാണ് വേദാധികാര നിരൂപണം എഴുതിയിട്ടുള്ളത്? ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം രചിച്ചത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം. അയിത്തം അറബിക്കടലിൽ തള്ളണം. ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണം. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണ്. കൂടി, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. വിവേകാനന്ദൻ വേദാധികാര നിരൂപണം എന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം. ചട്ടമ്പി സ്വാമികൾ. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതി ഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത്. ചട്ടമ്പി സ്വാമികൾ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.